സാമൂഹ്യശാസ്ത്രത്തിലെ രണ്ടാമത്തെ പാഠം ഫ്രം ട്രേഡ് ടു പവർ, കച്ചവടത്തിൽ നിന്ന് അധികാരത്തിലേക്ക്. ഈ പാഠഭാഗത്തിൻ്റെ ആരംഭമാണ് നമ്മൾ കാണുന്നത്. അതായത് നമ്മുടെ നാട്ടിലേക്ക് വിദേശികൾ വരാനുള്ള കാരണം. പാഠം തുടങ്ങുന്നതിന് മുന്നേ നമുക്കൊരു കഥ കേട്ടാലോ? ചെറിയ കഥ. ഈ കഥയിലെ കഥാപാത്രം കുരുമുളകാണ്. കുരുമുളക് പറയുന്ന കഥയെന്ന് പറയുന്നത് യൂറോപ്പിലെ അതിശൈത്യമുള്ള മഞ്ഞു വീഴുന്ന പ്രദേശങ്ങളിൽ ജനങ്ങൾ താമസിക്കുവാൻ വളരെ ബുദ്ധിമുട്ടിയിരുന്നു. കാരണം തണുപ്പ് കാലമായി കഴിഞ്ഞാൽ അവർക്ക് ആഹാരം കണ്ടെത്തുവാനും അത് സൂക്ഷിച്ചു വയ്ക്കുവാനും വളരെ ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ അവർ അവരുടെ ആട്ടിൻപറ്റങ്ങളിലെ ആടുകളെ കൊന്ന് അവയുടെ ഇറച്ചി ഉണക്കി സൂക്ഷിക്കാൻ തുടങ്ങി. മാംസം കേടുകൂടാതെ സൂക്ഷിക്കാൻ വേണ്ടി അവർ കുരുമുളകും മറ്റ് സുഗന്ധവ്യഞ്ജനങ്ങളും ഉപയോഗിച്ചു. സുഗന്ധവ്യഞ്ജനങ്ങൾ തേടി ഒരു കൂട്ടം വിദേശികൾ നമ്മുടെ നാട്ടിലേക്ക് യാത്രയായി. നമ്മുടെ നാട്ടിൽ വന്ന് കുരുമുളക്, ഏലം, കറുകപ്പട്ട അങ്ങനെ സുഗന്ധവ്യഞ്ജനങ്ങൾ അവരുടെ നാട്ടിലേക്ക് കൊണ്ടുപോകാൻ തുടങ്ങി. വളരെയേറെ കഷ്ടപ്പെട്ട് പുതിയ സഞ്ചാരപാതകൾ കണ്ടെത്തിയാണ് അവർ നമ്മുടെ നാട്ടിലേക്ക് വന്നത്. പതിയെ പതിയെ കച്ചവടത്തിൽ നിന്ന് അവർ നമ്മുടെ നാട് ഭരിക്കുവാനും നമ്മുടെ നാടിൻ്റെ അധികാരം കൈക്കലാക്കാനും ശ്രമിച്ചു. അങ്ങനെയുള്ള വിദേശ ശക്തികളുടെ കച്ചവട തന്ത്രവും നമ്മുടെ നാടിൻ്റെ ചെറുത്തുനിൽപ്പുമാണ് ഈ പാഠഭാഗത്ത് അവതരിപ്പിക്കുന്നത്. ആദ്യമായി നമ്മൾ കാണാൻ പോകുന്നത് അറൈവൽ ഓഫ് പോർച്ചുഗീസ്. പോർച്ചുഗീസുകാരുടെ വരവാണ് ആദ്യമായി നമ്മൾ കാണുവാൻ പോകുന്നത്. ഫ്രം പോർച്ചുഗൽ ടു കാലിക്കറ്റ്, പോർച്ചുഗീസിൽ നിന്ന് കോഴിക്കോട്ടേക്ക് കച്ചവടത്തിനു വേണ്ടി സുഗന്ധവ്യഞ്ജനങ്ങൾ തേടി നമ്മുടെ നാട്ടിൽ ആദ്യമായി എത്തുന്നത് പോർച്ചുഗീസുകാരാണ്. 1498 കോഴിക്കോടുള്ള കാപ്പാട് തീരത്ത് 3 വലിയ പായ്ക്കപ്പലുകൾ നങ്കൂരമിട്ടു. അതിൽ നിന്ന് വ്യത്യസ്തമായ ഭാഷ സംസാരിക്കുന്ന, വ്യത്യസ്തമായ വസ്ത്രധാരണമുള്ള കുറേ ആളുകൾ പുറത്തേക്ക് വന്നു. ആ സംഘത്തിൻ്റെ തലവനായിരുന്നു വാസ്കോ ഡ ഗാമ. ഇന്ത്യയിൽ ആദ്യമായി കാലുകുത്തിയ പോർച്ചുഗീസ് സംഘത്തിൻ്റെ തലവനായിരുന്നു വാസ്കോ ഡ ഗാമ. മറക്കില്ലല്ലോ, പോർച്ചുഗീസിൽ നിന്ന് കച്ചവടത്തിന് വന്ന വ്യാപാര സംഘത്തിലെ തലവനായിരുന്നു, അല്ലെങ്കിൽ അവരുടെ നേതാവായിരുന്നു വാസ്കോ ഡ ഗാമ. ആ കാലഘട്ടത്തിൽ കോഴിക്കോട് ഭരിച്ചിരുന്നത് സാമൂതിരിയായിരുന്നു. വാസ്കോ ഡ ഗാമ വന്നു, സാമൂതിരിയോട് ഇവിടെ തങ്ങൾക്ക് കച്ചവടം ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഒരുക്കി തരാൻ പറഞ്ഞു. എന്നാൽ വാസ്കോ ഡ ഗാമയുടെ വാക്ക് സാമൂതിരി ചെവിക്കൊണ്ടില്ല. അദ്ദേഹം കോഴിക്കോട് നിന്ന് കച്ചവടം നടത്താൻ വാസ്കോ ഡ ഗാമയും സംഘത്തെയും അനുവദിച്ചില്ല. തുടർന്ന് ഗാമ എന്ത് ചെയ്തെന്നോ, കോഴിക്കോട് നിന്ന് കണ്ണൂർ ചെന്നു. കണ്ണൂർ ചെന്ന് തനിക്ക് ആവശ്യമുള്ള വസ്തുക്കളെല്ലാം ശേഖരിച്ച് തിരിച്ച് യാത്രയായി. അപ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം ഒരു കഥ കേട്ടു, കുരുമുളകിൻ്റെ. ശൈത്യകാലത്തെ അതിജീവിക്കാൻ കഴിക്കുന്ന ബുദ്ധിമുട്ടുകൾ. യൂറോപ്യൻസ് ശൈത്യകാലം അതിജീവിക്കാൻ കഴിക്കുന്ന ബുദ്ധിമുട്ടുകൾ, അവരുടെ മാംസവും മറ്റ് ആഹാര പദാർത്ഥങ്ങളും കേടുകൂടാതെ സൂക്ഷിക്കുവാനും രുചി പകരാനും ആവശ്യമായ സുഗന്ധവ്യഞ്ജനങ്ങളുടെ തേടിയുള്ള യാത്രയെക്കുറിച്ച് നമ്മൾ കേട്ടു. ലക്ഷ്യം കണ്ടുകൊണ്ട് വാസ്കോ ഡ ഗാമയും കൂട്ടരും തിരിച്ച് നാട്ടിലെത്തിയപ്പോൾ വാസ്കോ ഡ ഗാമയുടെ പാത പിന്തുടർന്ന് അൽമേഡയും അൽബുക്കർക്കും ഇന്ത്യയിൽ വ്യാപാരത്തിനായി വന്നു. ഇന്ത്യയിൽ വ്യാപാരത്തിനായി വന്ന പോർച്ചുഗീസ് സംഘത്തിലെ 3 നേതാക്കന്മാരെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. ആരൊക്കെയായിരുന്നു ആ 3 നാവികർ? 1 വാസ്കോ ഡ ഗാമ, 2 അൽമേഡ, 3 അൽബുക്കർക്ക്. ആദ്യം വന്നതാരായിരുന്നു? വാസ്കോ ഡ ഗാമ. വാസ്കോ ഡ ഗാമയുടെ പാത പിന്തുടർന്നായിരുന്നു അൽമേഡയും അൽബുക്കർക്കും ഇന്ത്യയിൽ വരുന്നത്. അവരുടെ ലക്ഷ്യം എന്തായിരുന്നു? വ്യാപാരം. തങ്ങൾക്ക് വേണ്ട സുഗന്ധവ്യഞ്ജനങ്ങൾ കണ്ടെത്തുകയായിരുന്നു, ശേഖരിക്കുകയായിരുന്നു അവരുടെ വരവിൻ്റെ ലക്ഷ്യം. അൽമേഡയും അൽബുക്കർക്കും ഇന്ത്യയിൽ വന്നു കഴിഞ്ഞപ്പോൾ വാസ്കോ ഡ ഗാമയെ പോലെ കണ്ണൂരിൽ നിന്നായിരുന്നില്ല അവരുടെ പ്രധാന വാണിജ്യ കേന്ദ്രം. ഗോവയും ദാമനും ദിയുമായിരുന്നു അവർ വന്നു കഴിഞ്ഞപ്പോൾ പ്രധാനമായിട്ടുള്ള പോർച്ചുഗീസ് വാണിജ്യ കേന്ദ്രങ്ങൾ. ട്രേഡ് സെൻറ്റേഴ്സ് ഏതൊക്കെയായിരുന്നു? ഗോവ, ദാമൻ, ദിയു. ഈ 3 സ്ഥലങ്ങളായിരുന്നു പ്രധാനപ്പെട്ട മേജർ ഇമ്പോർട്ടൻറ്റ് ട്രേഡ് സെൻറ്റേഴ്സ്. ഇന്ത്യയിൽ പോർച്ചുഗീസുകാർ വന്നു. അവരുടെ വ്യാപാര കച്ചവട താല്പര്യത്തിന് വേണ്ടിയായിരുന്നു. അവർ ഇവിടെ നിന്ന് ഒരുപാട് വസ്തുക്കൾ അല്ലെങ്കിൽ ഒരുപാട് സുഗന്ധവ്യഞ്ജനങ്ങൾ അവരുടെ നാട്ടിലേക്ക് കൊണ്ടുപോയി. പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ വന്നതിൽ ഇന്ത്യക്ക് എന്തെങ്കിലും ഗുണമുണ്ടായിട്ടുണ്ടോ? ഇനി നമ്മൾ കാണാൻ പോകുന്നത് പോർച്ചുഗീസുകാർ ഇന്ത്യക്ക് നൽകിയ സംഭാവനകളാണ്. അതേതൊക്കെയാണ് നമുക്ക് നോക്കിയാലോ?
പോർച്ചുഗീസുകാർ ഇന്ത്യക്ക് നൽകിയ, പ്രത്യേകിച്ച് കേരളത്തിന് നൽകിയ പ്രധാനപ്പെട്ട 2 സംഭാവനയായിരുന്നു തൃശ്ശൂരിലെ കോട്ടപ്പുറം കോട്ടയും കണ്ണൂരിലെ സെൻറ്റ് ആഞ്ചലോ കോട്ടയും. പോർച്ചുഗീസുകാർ നൽകിയ സംഭാവനകളിൽ പ്രധാനപ്പെട്ട 2 കോട്ടകളായിരുന്നു തൃശ്ശൂരിലെ കോട്ടപ്പുറം കോട്ടയും കണ്ണൂരിലെ സെൻറ്റ് ആഞ്ചലോ കോട്ടയും. മനസ്സിലായോ? ഈ 2 കോട്ടകളും പണി കഴിപ്പിച്ചത് പോർച്ചുഗീസുകാരായിരുന്നു. അപ്പോൾ ഇങ്ങനൊരു ചോദ്യം വരാം, സെൻറ്റ് ആഞ്ചലോ കോട്ട പണി കഴിപ്പിച്ചത് ആരായിരുന്നു? എവിടെയായിരുന്നു? കോട്ടപ്പുറം കോട്ട പണി കഴിപ്പിച്ചത് ആരായിരുന്നു? എവിടെയായിരുന്നു? അതിൽ ഇങ്ങനെയും ചോദിക്കാം, പോർച്ചുഗീസുകാർ പണി കഴിപ്പിച്ച 2 പ്രധാനപ്പെട്ട കോട്ടകൾ ഏതൊക്കെയാണ്? കോട്ടപ്പുറം കോട്ടയും സെൻറ്റ് ആഞ്ചലോ കോട്ടയും. കോട്ടപ്പുറം കോട്ട എവിടെയായിരുന്നു? തൃശ്ശൂരായിരുന്നു. സെൻറ്റ് ആഞ്ചലോ കോട്ടയോ? കണ്ണൂരും. നമ്മളെല്ലാവരും കശുമാങ്ങ കണ്ടിട്ടുണ്ടാവും. ഈ കശുമാങ്ങയ്ക്ക് മറ്റൊരു പേരുണ്ട്. അതെന്താണെന്നറിയോ? എന്തായിരുന്നു? പറങ്കി മാങ്ങ എന്നോട് പറയും. അതായത് പോർച്ചുഗീസുകാർ ആ കാലഘട്ടത്തിൽ വിളിച്ചുകൊണ്ടിരുന്നത് പറങ്കികൾ എന്നാണ്. നമ്മൾ ഉറുമി സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ അതിൽ പോർച്ചുഗീസുകാരുടെ വരവും അവരുടെ പ്രവർത്തനങ്ങളും അവരുമായിട്ടുള്ള കലാപങ്ങളും ഒക്കെയാണ് ആ പടത്തിൽ കാണിക്കുന്നത്. അതിൽ പ്രധാനമായും ഇന്ത്യയിലെ ജനങ്ങൾ അവരെ വിളിക്കുന്ന പേര് പ്രധാനമായി കാണിക്കുന്നത് എന്തായിരുന്നു? പറങ്കികൾ എന്നാണ്. അപ്പം അതിൽ നിന്നാണ് പറങ്കി, പോർച്ചുഗീസുകാർ കൊണ്ടുവന്ന ഒരു കാർഷിക ഉൽപ്പന്നം, പോർച്ചുഗീസുകാർ കൊണ്ടുവന്ന ഒരു വൃക്ഷത്തിൽ നിന്നുണ്ടായ ഫലത്തെ പറങ്കി മാങ്ങ എന്ന് വിളിച്ചു. നമ്മൾ കശുമാങ്ങ എന്ന് വിളിക്കുന്ന ആ മാവിനെ നമ്മൾ പറങ്കി മാങ്ങ അല്ലെങ്കിൽ പറങ്കി മാവ് എന്നെല്ലാം വിളിക്കുന്നുണ്ട്. അപ്പോൾ പോർച്ചുഗീസുകാരെ വിളിച്ചിരുന്ന പേര് പറങ്കികൾ എന്നാണ്. അത് മറക്കരുത്. പോർച്ചുഗീസുകാരെ വിളിച്ചിരുന്ന പേരെന്താണ്? പറങ്കികൾ. പ്രധാനമായിട്ടും പോർച്ചുഗീസുകാർ നമുക്ക് നൽകിയ കാർഷിക വിളകൾ ഏതൊക്കെയാണെന്ന് അറിയാമോ? നമുക്ക് നൽകിയ കാർഷിക വിളകൾ പൈനാപ്പിൾ, പേരയ്ക്ക, പപ്പായ, വറ്റൽമുളക്, കശുവണ്ടി, പുകയില. ഈ 6 കാർഷിക വിളകളാണ് പ്രധാനമായിട്ടും പോർച്ചുഗീസുകാർ നമ്മുടെ നാടിന് നൽകിയ സംഭാവന. ഏതൊക്കെയാണെന്ന് ഒന്നും കൂടി ഒന്ന് മനസ്സിൽ ഓർത്തു വയ്ക്കേ. പൈനാപ്പിൾ, പേരയ്ക്ക, പപ്പായ, വറ്റൽമുളക്, കശുവണ്ടി, പുകയില. ഏറ്റവും ആദ്യം നമ്മൾ പഠിച്ചു 2 കോട്ടകൾ, കോട്ടപ്പുറം കോട്ടയും സെൻറ്റ് ആഞ്ചലോ കോട്ടയും പോർച്ചുഗീസുകാരുടെ സംഭാവനയായിരുന്നു. പിന്നീട് പറഞ്ഞു 6 കാർഷിക വിളകൾ. ആ കാർഷിക വിളകൾ ഏതൊക്കെയായിരുന്നു? പൈനാപ്പിൾ, പപ്പായ, കശുവണ്ടി, വറ്റൽമുളക്, പേരയ്ക്ക, പുകയില. ഇത്രയുമായിരുന്നു പോർച്ചുഗീസുകാർ നമുക്ക് നൽകിയ കാർഷിക വിളകൾ. കഴിഞ്ഞ പാഠഭാഗത്ത് നമ്മൾ കണ്ടതാണ് അച്ചടിയന്ത്രം മൂലം ശാസ്ത്ര മേഖലയിൽ ഉണ്ടായിരുന്ന ഒരു പുരോഗതി അല്ലെങ്കിൽ ഒരു നവോത്ഥാനം. അച്ചടിയന്ത്രം കൊണ്ടുവന്ന റിനൈസൻസ് പീരീഡിലെ പ്രധാന കണ്ടുപിടുത്തമായിരുന്നു അച്ചടിയന്ത്രം. നമുക്ക് അച്ചടിയന്ത്രം പരിചയപ്പെടുത്തി തന്നത് പോർച്ചുഗീസുകാരായിരുന്നു. അപ്പോൾ നമ്മുടെ വിദ്യാഭ്യാസപരമായ കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ ഒരു അറിവ് മറ്റുള്ളവർക്ക് പെട്ടെന്ന് പകർന്നു കൊടുക്കുന്ന കാര്യങ്ങൾക്കെല്ലാം അച്ചടിയന്ത്രം വഹിച്ച പങ്ക് എന്താണെന്ന് നമുക്കറിയാം. നമ്മൾ പഠിക്കുന്ന പുസ്തകം ഇതിൻ്റെയൊക്കെ പ്രാരംഭ രൂപം അച്ചടിയന്ത്രത്തിൽ നിന്നായിരുന്നു. അപ്പോൾ പ്രിൻറ്റിംഗ് പ്രസ് അത് പോർച്ചുഗീസുകാരുടെ പ്രധാനപ്പെട്ട ഒരു സംഭാവനയായിരുന്നു. അപ്പോൾ ശാസ്ത്രരംഗത്ത് പോർച്ചുഗീസുകാർ നമുക്ക് കൊണ്ടുവന്ന ഒരു സംഭാവനയാണ് പ്രിൻറ്റിംഗ് പ്രസ്. അച്ചടിയന്ത്രം നമുക്ക് പരിചയപ്പെടുത്തി തന്നത് പോർച്ചുഗീസുകാരായിരുന്നു. അതുപോലെ തന്നെ കലാരംഗത്തും പോർച്ചുഗീസുകാർ നമുക്ക് സംഭാവന നൽകിയിട്ടുണ്ട്. ഏതാണെന്ന് അറിയാമോ പോർച്ചുഗീസുകാർ നമുക്ക് നൽകിയ കലാരൂപം? നമ്മുടെ കലോത്സവങ്ങളെല്ലാം നമ്മൾ കാണുന്ന ഒരു കലാരൂപമാണ്, ഒരു ക്രിസ്തീയ കലാരൂപമാണ് ചവിട്ടുനാടകം. ചവിട്ടുനാടകം പോർച്ചുഗീസുകാരുടെ സംഭാവനയാണ്. അപ്പോൾ കലാപരമായ മേഖലയിൽ നമുക്ക് പോർച്ചുഗീസുകാർ നൽകിയ സംഭാവനയാണ് ചവിട്ടുനാടകം. നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ കേട്ടു? 1 കോട്ടകൾ, 2 കാർഷിക വിളകൾ, 3 എന്തായിരുന്നു? ശാസ്ത്രരംഗത്ത്, 4 കലാരംഗത്ത്. ഈ സംഭാവനകൾ മറക്കില്ല. ശാസ്ത്രരംഗത്ത് എന്തായിരുന്നു? പ്രിൻറ്റിംഗ് പ്രസ്, അച്ചടിയന്ത്രം. കലാരംഗത്ത് ഏതായിരുന്നു? ചവിട്ടുനാടകം. ഇത്രയുമെല്ലാം ഉണ്ടായിരുന്നിട്ടും പോർച്ചുഗീസുകാർക്ക് വാണിജ്യ കേന്ദ്രങ്ങൾ സ്ഥാപിച്ചെടുക്കാനും അത് കൊണ്ടു നടക്കാനും ഇന്ത്യയിൽ ഒരു അടിത്തറ കിട്ടിയില്ല. അതിന് പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെയെന്നറിയാമോ? എന്തുകൊണ്ടാണ് പോർച്ചുഗീസുകാർക്ക് ഇന്ത്യയിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ പോയത്? അല്ലെങ്കിൽ പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ നിന്ന് പോകാനുള്ള കാരണം എന്താണ്? എന്തൊക്കെയായിരിക്കും ഒരു കാരണങ്ങൾ? പോർച്ചുഗീസുകാർ എന്തുകൊണ്ടായിരിക്കും ഇന്ത്യയിൽ വന്നിട്ട് അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാതിരുന്നത്? പോർച്ചുഗീസുകാരുടെ സമയത്ത് തന്നെ മറ്റു പല യൂറോപ്യൻ ശക്തികളും ഇന്ത്യയിലുണ്ടായിരുന്നു. അവരുടെയും അത്രയും സാമ്പത്തികമായോ സൈനികമായോ ശക്തി പോർച്ചുഗീസുകാർക്കുണ്ടായിരുന്നില്ല. ഇന്ത്യയിലുണ്ടായിരുന്ന മറ്റു യൂറോപ്യൻ ശക്തികളുടെ കൂടെ മത്സരിക്കുവാനുള്ള, വാണിജ്യത്തിനായാലും മറ്റു കാര്യങ്ങൾക്കായാലും മത്സരിക്കാനുള്ള സാമ്പത്തികവും സൈനികപരവുമായിട്ടുള്ള ശക്തി പോർച്ചുഗീസുകാർക്കുണ്ടായിരുന്നില്ല. എക്കണോമിക് ആൻഡ് മിലിറ്ററി പവർ, അതായത് എക്കണോമിക്കായിട്ടും മിലിറ്ററി പവറിലും പോർച്ചുഗീസുകാർ മറ്റ് യൂറോപ്യൻ ശക്തികളെക്കാൾ പിന്നിലായിരുന്നു. അതായിരുന്നു ഒരു പ്രധാനപ്പെട്ട ഒരു കാരണം. They did not have enough economic and military resources to
കോമ്പീറ്റ് വിത്ത് അതർ യൂറോപ്യൻ പവേഴ്സ്. രണ്ടാമത്തെ കാരണം എന്തായിരിക്കാം? ഇന്ത്യയിൽ നിന്ന് നമുക്ക് ആ ഉറുമി സിനിമയുടെ കാര്യം നമ്മൾ ആദ്യം പറഞ്ഞു. അതിൽ പൃഥ്വിരാജും പ്രഭുദേവയും ഒക്കെ പോർച്ചുഗീസുകാർക്കെതിരെ പോരാടുന്നത് കണ്ടു. ആ കാലഘട്ടത്തിൽ ഒരുപാട് പ്രാദേശിക ശക്തികൾ, പ്രാദേശിക നേതാക്കന്മാർ പോർച്ചുഗീസുകാരെ എതിർത്തിരുന്നു. അപ്പോൾ ഈ പ്രാദേശിക ശക്തികളിൽ നിന്ന് യുദ്ധം ചെയ്യുകയും അവരെ ആക്രമിക്കുകയും ചെയ്യുന്നതോടുകൂടി ഈ പ്രാദേശിക ശക്തികളുടെ ചെറുത്തുനിൽപ്പ് പോർച്ചുഗീസുകാർക്ക് അവരുടെ പരാജയത്തിന് അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് തിരിച്ചു പോകാനുള്ള ഒരു കാരണമായി. പ്രാദേശിക ശക്തികളുടെ ചെറുത്തുനിൽപ്പ് പോർച്ചുഗീസുകാർക്ക് ഇന്ത്യയിൽ നിന്ന് പോകാനുള്ള കാരണമായി. ദേ ഫേസ്ഡ് റെസിസ്റ്റൻസ് ഫ്രം നേറ്റീവ് ഫോഴ്സ്. പോർച്ചുഗീസുകാർക്കെതിരെ പ്രാദേശികമായ ശക്തികളുടെ ചെറുത്തുനിൽപ്പുണ്ടായിരുന്നു എന്ന് നമ്മൾ പറഞ്ഞു. പ്രധാനമായിട്ടും ആരാണ് പോർച്ചുഗീസുകാർക്കെതിരെ ഏറ്റവും കൂടുതൽ ചെറുത്തു നിന്നത് എന്ന് ചോദിച്ചാൽ ഒരു ഉത്തരം മാത്രമേ ഉള്ളൂ. സാമൂതിരിയുടെ പടത്തലവനായിരുന്ന കുഞ്ഞാലിമരയ്ക്കാർ. മലബാർ തീരങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു കുഞ്ഞാലിമരയ്ക്കാർ പോർച്ചുഗീസുകാരുമായി ഏറ്റുമുട്ടിയത്. അപ്പോൾ പോർച്ചുഗീസ് ചരിത്രം പഠിക്കുമ്പോൾ കുഞ്ഞാലിമരയ്ക്കാരുടെ സംഭാവനകൾ നമുക്ക് മറക്കാൻ സാധിക്കില്ല. കാരണം പ്രാദേശിക ശക്തികൾ പോർച്ചുഗീസുകാർക്കെതിരെ ചെറുത്തു നിന്നപ്പോൾ അതിൽ ഏറ്റവും സ്ട്രോങ് ആയിട്ട് അല്ലെങ്കിൽ ഏറ്റവും ശക്തിയോടെ പോരാടിയ ഒരു വ്യക്തിത്വമായിരുന്നു കുഞ്ഞാലിമരയ്ക്കാരുടെ. അദ്ദേഹം ആരായിരുന്നു? സാമൂതിരിയുടെ പടത്തലവനായിരുന്നു. പോർച്ചുഗീസുകാരെ കുറിച്ച് നമ്മൾ ഇത്രയും കാര്യം പഠിച്ചു. ഒന്ന് റിവൈസ് ചെയ്ത് നോക്കിയാലോ. ആദ്യം ആരുടെ നേതൃത്വത്തിലായിരുന്നു പോർച്ചുഗീസുകാർ ഇന്ത്യയിലേക്ക് വന്നത്? വാസ്കോഡ ഗാമയുടെ. വാസ്കോഡ ഗാമയുടെ പാത പിന്തുടർന്ന് ഇന്ത്യയിലേക്ക് വന്ന മറ്റു രണ്ടുപേർ ആരൊക്കെയായിരുന്നു? അൽമേഡയും അൽബുക്കർക്കും. അതുപോലെ തന്നെ പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ വന്നതിന് ശേഷം രണ്ട് പ്രധാനപ്പെട്ട കോട്ടകൾ കേരളത്തിൽ പണി കഴിപ്പിക്കുന്നുണ്ട്. ഏതൊക്കെയായിരുന്നു? ഒന്ന് തൃശ്ശൂരിലെ കോട്ടപ്പുറം കോട്ടയും, രണ്ട് കണ്ണൂരിലെ സെൻറ്റ് ആഞ്ചലോ കോട്ടയും. പിന്നെ പ്രധാനമായിട്ട് നമ്മൾ കണ്ടത് പോർച്ചുഗീസുകാരുടെ സംഭാവനകളാണ്. കാർഷിക മേഖലയിൽ സംഭാവന എന്തൊക്കെയായിരുന്നു? ഒന്ന് ഓർത്ത് നോക്കിയേ. എന്തൊക്കെ സംഭാവനയായിരുന്നു കാർഷിക മേഖലയിൽ പോർച്ചുഗീസുകാർ നൽകിയത്? പൈനാപ്പിൾ, പപ്പയ, പേരയ്ക്ക, കശുവണ്ടി, വറ്റൽമുളക്, പുകയില. ഈ 6 കാര്യങ്ങളായിരുന്നു പ്രധാനമായിട്ടും കാർഷിക മേഖലയിൽ പോർച്ചുഗീസുകാരുടെ സംഭാവനകൾ. പിന്നെ നമ്മൾ പഠിച്ചു പോർച്ചുഗീസുകാർ ശാസ്ത്ര മേഖലയിൽ നൽകിയ സംഭാവന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിൻറ്റിംഗ് പ്രസ്, അച്ചടി യന്ത്രം നമ്മളെ പരിചയപ്പെടുത്തി. കലാമേഖലയിൽ സംഭാവന എന്ന് പറഞ്ഞാൽ ചവിട്ടുനാടകം നമുക്ക് പരിചയപ്പെടുത്തി നമ്മളെ പഠിപ്പിച്ച് നൽകി. പിന്നെന്തൊക്കെയായിരുന്നു പോർച്ചുഗീസുകാരെ കുറിച്ച് നമ്മൾ കേട്ടത്? അവർ ഇന്ത്യയിൽ തിരിച്ചു പോകാൻ അല്ലെങ്കിൽ ഇന്ത്യയിൽ അവർക്ക് കൂടുതൽ വാണിജ്യ കേന്ദ്രങ്ങൾ സ്ഥാപിക്കാൻ കഴിയാതെ പോയതിൻ്റെ കാരണമാണ്. ഒന്ന്, മറ്റ് യൂറോപ്യൻ ശക്തികളുമായിട്ട്, യൂറോപ്യൻ പവേഴ്സുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് അവർക്ക് കോമ്പീറ്റ് ചെയ്യാൻ പറ്റിയില്ല. 2 കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? ഒന്ന് എക്കണോമിക് ആൻഡ് മിലിറ്ററി പവർ, അതായത് സാമ്പത്തികവും സൈനികപരമായ കാര്യങ്ങളിൽ മറ്റ് രാഷ്ട്രങ്ങളുമായിട്ട് പോർച്ചുഗീസുകാർക്ക് കോമ്പീറ്റ് ചെയ്ത് നിൽക്കാൻ സാധിച്ചില്ല. രണ്ടാമത്തെ കാരണം നമ്മൾ പറയുന്നുണ്ട് പ്രാദേശിക ശക്തികളുടെ ചെറുത്തുനിൽപ്പ്. അത് പറയുമ്പോൾ നമ്മൾ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയെക്കുറിച്ച് പഠിച്ചു, കുഞ്ഞാലിമരയ്ക്കാർ. ആരായിരുന്നു അദ്ദേഹം? സാമൂതിരിയുടെ പടത്തലവനായിരുന്നു. ഈ സാമൂതിരിയുടെ പടത്തലവനായ കുഞ്ഞാലിമരയ്ക്കാർ പോർച്ചുഗീസുകാരുമായിട്ട് ഏറ്റവും കൂടുതൽ ഏറ്റുമുട്ടുന്ന സ്ഥലം എവിടെയായിരുന്നു? മലബാർ തീരങ്ങളിൽ വെച്ചിട്ടായിരുന്നു.